എൻ്റെ പേര് ജോർജിയസ്. ഞാൻ കോഴിക്കോട് മലാപ്പറമ്പിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ ഒരു വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു പ്രശ്നത്തിന് വലിയൊരു തടസ്സത്തിന് അച്ഛനെ കാണാനിടയായി. അച്ഛൻ പറഞ്ഞു 33 പ്രാവശ്യം ബന്ധന പ്രാർത്ഥന ചെല്ലണം എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചുകൊണ്ട് 33 പ്രാവശ്യം ബന്ധന പ്രാർത്ഥന ചൊല്ലി. ആ പ്രശ്നത്തിനും വലിയൊരു ആശ്വാസം ഉണ്ടായി. പക്ഷെ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, എനിക്കൊരു 4.5 മാസമായിട്ട് എൻ്റെ കാല് രണ്ടിലും മന്ത് വന്ന പോലെ നീരുണ്ടായിരുന്നു. അതെനിക്ക് അനുഭവപ്പെടുന്നത് ബാക്ക് സ്ട്രാപ്പുള്ള ചെരുപ്പുകളാണ്. ആ ചെരുപ്പ് ഇട്ടാൽ അത് ടൈറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ എനിക്കൊരു പ്രചോദനം, കാലിൽ 4 മാസം ഉണ്ടായിരുന്നു, 4-4.5 മാസമായിട്ടുള്ള ഇത് ഒത്തിരി ഉത്കണ്ഠ ഉണ്ടായിരുന്നു, കിഡ്നിക്കോ ലിവറിനോ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ബന്ധന പ്രാർത്ഥന പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൽ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചതായിട്ട് കാണുന്നു. അപ്പൊ എനിക്ക് തോന്നി, എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ആത്മാവ് ഒരു പ്രചോദനം തന്നു. അതിൽ ഈ ഒരു ഭാഗമാണ് എനിക്ക് മനസ്സിലായത്. സകല ക്ഷുദ്രവും മന്ത്രവാദവും ആഭിചാരവും കൂടോത്രവും ദൃഷ്ടിദോഷവും പൈശാചിക ആക്രമണങ്ങളും പീഡനങ്ങളും ബാധകളും എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. തിന്മയും പാപകരമായ സകലതും, അസൂയ, ചതി, വഞ്ചന, ശാരീരികവും മാനസികവും ധാർമ്മികവും ആത്മീയവും പൈശാചികമായ സകല രോഗങ്ങളും എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് യേശു നാമത്തിലും മാലാഖയുടെയും പരിശുദ്ധ അമ്മയുടെ എല്ലാം മധ്യസ്ഥതയിലുള്ള വലിയൊരു ശക്തമായ പ്രാർത്ഥനയാണ്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ ഒരു ബോധ്യം കിട്ടിക്കൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരു സോറിയാസിസ് രോഗിക്ക് ഇങ്ങനെ ഒരു ബന്ധന പ്രാർത്ഥന ചെല്ലണമെന്ന് പറഞ്ഞു. അതോടൊപ്പം ഈ പ്രാർത്ഥന ചെല്ലിയപ്പോൾ എനിക്കുണ്ടായത്, വർഷങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ഞാനും സഹോദരനുമുള്ള ഒരു സ്വത്ത് തർക്കം സമാധാനപൂർവ്വമായി തീർക്കാനുള്ള അദ്ദേഹം അതിന് തയ്യാറായി എന്നുള്ളതാണ്. ദൈവത്തിന്റെ മഹത്വം കർമ്മല മാതാവിനും ഔസ്യപിതാവിനും അമ്മ ത്രേസ്യയ്ക്കും അന്തോണീസിനും സകല വിശുദ്ധർക്കും മാലാഖമാർക്കും നന്ദി. നമ്മളൊരു എപ്പോഴും ഇവിടുന്ന് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമാണ്, നിങ്ങൾ ബന്ധന പ്രാർത്ഥന ചെല്ലണം. അപ്പൊ ചിലര് ബന്ധന പ്രാർത്ഥന ചെല്ലാറുണ്ട്, കുറെ പേര് പിവികളെന്ന് പറഞ്ഞു കേട്ടിട്ട്. അപ്പൊ ഒരു ബന്ധന പ്രാർത്ഥന ആയിരിക്കും, രാവിലെ എനിക്കുമ്പോൾ ഒരു ബന്ധന പ്രാർത്ഥന ചെല്ലും, അവസാനിപ്പിക്കും. അങ്ങനെയായിരിക്കും ചിലർ ചെയ്യുക. അങ്ങനെയല്ല എന്നാണ് ഈശോ ഇപ്പൊ വീണ്ടും വീണ്ടും ബോധ്യം തരിക. ഒരു ബന്ധന പ്രാർത്ഥനയല്ല, ഒരു ദിവസം ഒരു 12-13 പ്രാവശ്യമൊക്കെ നിഷ്ഠയോടെ ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ബന്ധന പ്രാർത്ഥന ചെല്ലാം. പറ്റുന്ന വെച്ചാൽ 33 പ്രാവശ്യം ചെല്ലാം. വലിയ വലിയ തടസ്സങ്ങളാണെങ്കിൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഒരു 13 പ്രാവശ്യങ്ങൾ നിങ്ങൾ ഈ ബന്ധന പ്രാർത്ഥന, നിങ്ങൾക്ക് കിട്ടുന്ന ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചോ, ഒത്തിരി ബന്ധനങ്ങൾ അഴിയും. ഈ സഹോദരൻ ഇങ്ങനെയുള്ള കെട്ടുകളും ഈ എന്താ പറയുക സഹോദരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഏത് നേരത്തിലുള്ള മേഖലയിലാണെങ്കിലും ഇപ്പൊ രോഗശാന്തി, ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക.